ഐഡിയ ഫാമേഴ്സ് ഇന്നത്തെ വീഡിയോയിലെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേനൽക്കാലത്ത് പൊതുവെ ബ്രോയിലർ ഫാമേഴ്സ് ചൂടുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങൾ നേരിടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് വിവിധ രീതിയിലുള്ള മാർഗ്ഗങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ഫാമേഴ്സ് ഉണ്ട്. അതായത് സ്പ്രിംഗ്ലർ വെച്ച് കൊടുക്കുക, അതേപോലെ തന്നെ മിസ്റ്റ് ഫോഗിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഫാൻ വെച്ച് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, ഇങ്ങനെ പല തരത്തിലുള്ള ഐഡിയകളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു സ്പ്രിംഗ്ലർ വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട് എന്നതിനെ കുറിച്ചാണ്. ഇപ്പോൾ നമുക്കറിയാം ചില ആൾക്കാരൊക്കെ കാർ വാഷറൊക്കെ ഉപയോഗിച്ച് ഫാമിൽ ഇങ്ങനെ വെള്ളം തളിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് ഫീഡ്ബാക്കുകൾ നമുക്കുണ്ടാകും. കാരണം അത് കോഴികളെ ഗ്രോത്തിനെ ബാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റ് പല പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ലിറ്റർ നനയുന്നതായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ സ്പ്രിംഗ്ലർ മുകളിൽ കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷീറ്റ് നല്ല രീതിയിൽ തന്നെ തണുക്കും. അതോടൊപ്പം തന്നെ ആ ഒരു വെള്ളം നേരെ ചാട് നമ്മൾ ആ ഒരു ഫാമിന് ചുറ്റുഭാഗത്തുള്ള ആ ഒരു മണ്ണിലേക്ക് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ അവിടെയും ഒരു കൂളിംഗ് ഉണ്ടാവും. അപ്പോൾ ഈ ഫാമിലേക്ക് നല്ല തണുത്ത ഒരു എയർ കിട്ടും. അതോടൊപ്പം തന്നെ ഷീറ്റിൽ നിന്ന് നമുക്ക് അവിടെയും ഒരു കൂളിംഗ് കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ വെള്ളം ആവശ്യമായി വരും. അപ്പം വെള്ളത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലത്ത് ഇത് പറ്റത്തുള്ളൂ. അങ്ങനെ വെള്ളത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള രീതി ഇങ്ങനെ ചെയ്യുന്നത് തന്നെയാണ്. ഈ കാർ വാഷറൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഉച്ച സമയത്തുള്ള കോഴികളൊക്കെ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. ഒന്നാമത്തെ ഒരു കാര്യം അത്. രണ്ടാമത്തെ ഒരു കാര്യം നമുക്കറിയാം ആ ഒരു ലിറ്ററിലും ചെറിയൊരു നനവ് വരും. അത് മിസ്റ്റ് ഫോഗിങ് ചെയ്യുമ്പോഴും വെള്ളത്തിൻ്റെ അളവ് കൂടിയാലൊക്കെ ആ ഒരു പ്രശ്നം വരും. ലിറ്ററും ചെറിയ രീതിയിൽ നനയും. ലിറ്റർ നനഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ ആ കോഴികളുടെ ആ ശരീരം ആകെ മുഷിഞ്ഞ് വൃത്തികേടാവും. അങ്ങനെ വൃത്തികേടായാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ലിറ്റർ നനഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അവിടെ ഒന്ന് അമോണിയ ഫോം ചെയ്യും. അതോടൊപ്പം തന്നെ കോക്സിഡിയോസ് പോലുള്ള അസുഖങ്ങൾക്ക് കാരണമായ പ്രോട്ടോസോകൾ ഇത്തരം സാഹചര്യങ്ങളാണ് വളരുക. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ വയറിളക്കം കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ആ ഒരു ലിറ്റർ ഒന്നും കൂടെ നനയും. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രോത്തിനെ അത് ബാധിക്കും. അതോടൊപ്പം തന്നെ പരിസരത്ത് ദുർഗന്ധം ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ അതോടൊപ്പം തന്നെ അതിൻ്റെ ഫെദറൊക്കെ ആകെ വളർന്ന് നമുക്ക് വേണ്ടത്ര ബോഡി വെയിറ്റ് കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ വരാറുണ്ട്. അപ്പോൾ ഇതിനോട് വിയോജിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലത് നമുക്ക് ഈ വീഡിയോയിൽ കാണിച്ചതുപോലെയുള്ള സ്പ്രിംഗ്ലർ വെച്ചിട്ടുള്ള ഒരു കൂളിംഗ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ വേനൽക്കാലത്ത് എല്ലാ സമയത്തും നമ്മൾ ലിറ്റർ നല്ല രീതിയിൽ തന്നെ വൃത്തിയിൽ സൂക്ഷിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ അവർ അതിൻ്റെ ആ ഒരു പൊടിയിൽ ഇങ്ങനെ കുളിച്ച് ആ ഒരു ചൂട് അവർ എന്ത് ചെയ്യും കൺട്രോൾ ചെയ്തോളും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഈ ചൂടിൻ്റെ എല്ലാ പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. വെള്ളമുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ രീതി ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കോഴികൾ പിടിക്കുന്ന ആ ഒരു സമയം വരെ നമ്മുടെ ലിറ്ററും അതുപോലെ തന്നെ കോഴിയെ നല്ല വൃത്തിയിൽ തന്നെ സൂക്ഷിക്കാൻ പറ്റും. അങ്ങനെ വൃത്തിയിൽ സാഹചര്യത്തിൽ വളർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നല്ല FCR കിട്ടും, നല്ല ഗ്രോത്ത് കിട്ടും. അതോടൊപ്പം തന്നെ പരിസരത്തു നിന്ന് തന്നെ ആർക്കും തന്നെ ഒരു പ്രശ്നമില്ലാതെ നമുക്ക് ബ്രോയിലർ ഫാം നടത്തി